പകർച്ചവ്യാധി പ്രതിരോധം. എടവണ്ണപ്പാറയിൽ ഹോട്ടലുകളിലും കൂൾബാറുകളിലും വ്യാപക പരിശോധന. മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, ഷിഗല്ല തുടങ്ങിയ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി എടവണ്ണപ്പാറയിലെ വിവിധ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, കൂൾബാറുകൾ എന്നിവിടങ്ങളിൽ വ്യാപക പരിശോധന നടത്തി. ഭക്ഷ്യസുരക്ഷ, ശുചിത്വം, മാലിന്യ സംസ്കരണം, കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. പരിശോധനയിൽ അപാകതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും അടിയന്തരമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ നോട്ടീസ് നൽകുകയും ചെയ്തു. ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളെ എല്ലാം വിളിച്ച് പഞ്ചായത്തിലൊരു യോഗം കൂടിയിരുന്നു. പിന്നെ അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങൾക്കെതിരെ നിലവിൽ നേരത്തെ തൊട്ടുള്ള പരാതികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനെ തുടർന്നുള്ള നടപടികളുടെ ഭാഗമായിട്ട് ഇപ്പോൾ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ പഞ്ചായത്തിൻ്റെ സ്റ്റാർട്ടിങ് ഓർക്കടവ് മുതൽ ഞങ്ങൾ അനധികൃത നിർമ്മാണത്തിനെതിരെയുള്ള നോട്ടീസ് കൊടുത്തു വരുന്നുണ്ട്. താൽക്കാലികമായിട്ടുള്ള നോട്ടീസാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിന് അവർക്കൊരു സമയം പരിധി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ടീസ് കൊടുക്കുകയും തുടർന്നുകൊണ്ട് സ്വീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ വാഴക്കാട് മേഖലയിൽ മഞ്ഞപ്പിത്തം ഒരു വ്യാപകമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, അപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും എല്ലാ ജില്ലകളിലും ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഈ ഒരു പരിശോധനകൾ ശക്തമാക്കിയത്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കുടിവെള്ള സ്രോതസ്സുകളുടെ പരിശോധന, അതുപോലെ പാചകം ചെയ്യുന്ന ആളുകളുടെ ഹെൽത്ത് കാർഡുകൾ, ഇതൊക്കെ തന്നെ ആ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്ത സ്ഥാപനങ്ങൾ നമ്മുടെ വാഴക്കാട് ഏരിയയിൽ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അതുപോലെ അതിഥി തൊഴിലാളികളൊക്കെ തന്നെ ഈ ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ജോലി ചെയ്യുന്ന സാഹചര്യമൊക്കെ വളരെ ദയനീയമാണ്. അപ്പം ഈ കാര്യത്തിലാണ് പ്രത്യേകം ഇപ്പം നേരത്തെ സൂചിപ്പിച്ച 2 രോഗങ്ങളും പ്രധാനമായിട്ട് പകരുന്നത് വൃത്തിഹീനമായ സാഹചര്യവും കുടിവെള്ളത്തിലൂടെയൊക്കെയാണ്. അപ്പോൾ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലും അപ്പോൾ അതുപോലെ തന്നെ പാചകക്കാരുടെ കാര്യത്തിലും പാചകം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ശുചീകരണം, അതിൻ്റെ വൃത്തിയുടെ കാര്യത്തിലൊക്കെ തന്നെയാണ് പ്രധാനമായിട്ട് ഈ പരിശോധനയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പരിശോധനയ്ക്ക് പഞ്ചായത്ത് സെക്രട്ടറി GGB, ഹെഡ് ക്ലർക്ക് സയ്യിദ് അക്ബർ, ബാദ്ഷാ ഖാൻ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഡാനിഷ് V, ഫാമിലി ഹെൽത്ത് സെന്റർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജു D, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിജിത്ത് B, അശോക്, ക്ലർക്ക് ജിതിൻ C എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 10 വാഴക്കാട്.